കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ 6 പേർ മാസങ്ങളായി അതിക്രൂര റാഗിംഗ് നേരിട്ടിരുന്നുവെന്ന് പോലീസ്. പ്രതികൾ നിരന്തരമായി വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾ റാഗ് ചെയ്യുകയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. മുറിവുകളിൽ ബോഡി ലോഷൻ പുരട്ടിയെന്നും എഫ്ഐആറിലുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ ഹോസ്റ്റലിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും. അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. അഞ്ജന, ക്രൂരമായ റാഗിംഗ് ആണ് അവിടെ അരങ്ങേറിയത് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സുജയ, അതിക്രൂരമായ റാഗിങ്ങിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലാണ് ഇത്തരത്തിലൊരു റാഗിംഗ് നടന്നത്. മൂന്നാം വർഷ വിദ്യാർത്ഥികൾ നിരന്തരമായി റാഗ് ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏകദേശം 3 മാസത്തിലധികമായി ഇവർ ഇങ്ങനെയുള്ള ക്രൂര റാഗിങ്ങിന് വിധേയമാകുന്നു. കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ഭാരമുള്ള വസ്തുക്കൾ സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം തൂക്കുകയും എല്ലാം തന്നെ ചെയ്യുകയുണ്ടായി. സഹി കെട്ടിട്ടാണ് ഇപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഒരു പരാതിയിലേക്ക് അടക്കം പോയത്. ആദ്യഘട്ടത്തിൽ മാതാപിതാക്കളെ അറിയിക്കുകയും തുടർന്ന് കോളേജ് അധികൃതരെ അറിയിക്കുകയും ആന്റി റാഗിംഗ് സെല്ലിൽ അടക്കം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 5 ആൺകുട്ടികളാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർന്നിട്ടുള്ളത്. വിവേക്, രാഹുൽ രാജ്, ജീവൻ, സാമുൽ ജോൺ തുടങ്ങിയവരാണ് ഈ കേസിലെ പ്രതികളെ എല്ലാം തന്നെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്കായി കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഈ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഇന്ന് തന്നെ പ്രതികളെ എല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബോഡി ലോഷൻ ശരീരം മുഴുവൻ പുരട്ടുകയും അതിന്റെ മുകളിൽ കൂടെ കോമ്പസ് ഉപയോഗിച്ച് മുറിപ്പാടുകൾ ഉണ്ടാക്കി ഈ വിദ്യാർത്ഥികൾ വാവിട്ട് കരയുമ്പോൾ വായിലടക്കം ലോഷൻ ഒഴിക്കുകയുമാണ് ചെയ്തത്. അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് ഇവർ ചെയ്തത്. മദ്യപിക്കാനായി പൈസ നിരന്തരമായി ഈ ജൂനിയർ വിദ്യാർത്ഥികളോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ തീർത്തും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഇവർ ഇത് പുറത്തു പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടായത്. എന്തായാലും കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 5 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രതികളെ എല്ലാം തന്നെ ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കും. 6 പേരാണ് അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. വിവരങ്ങളാണ് അഞ്ജന അനിൽകുമാർ പങ്കുവച്ചത്.